ലീവ് കഴിഞ്ഞു. ഇനി നീട്ടണോ അത് ജോയിൻ ചെയ്യണോ എന്നുള്ള ഷൽഗവ്യത്തെയാണ് ഞാൻ. ഇവിടെ ഇനി പ്രോബ്ലം ഒന്നുമില്ല. അതറിയാം. ചെലവിനുള്ള കാശ് തന്നാൽ രാജിവെച്ച് ഞാനിവിടെ കണക്കെഴുത്തോ അറ്റൻഡറോ ഒക്കെ ആയിട്ട് കൂടിക്കൊള്ളാം. വിഷപ്പല്ല് മുളയ്ക്കാൻ തുടങ്ങാത്ത പ്രായക്കാരോട് ഡീൽ ചെയ്യാൻ ഒരു സുഖമാണ്. ഇത് ആ വകുപ്പാണല്ലോ. അമ്പലമുറ്റത്ത് കളിക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കി നിൽക്കുമ്പോൾ ദൈവം പൂജാരിയെ മറക്കുന്നു എന്ന് ടാഗോറിന്റെ ഒരു കവിതയിലുണ്ട്. എന്റെ സ്കൂളിലെ പിള്ളേരാണെങ്കിൽ ദൈവത്തെ കല്ലെറിഞ്ഞോടിക്കും. ആ സൈസ. ഇനി നമുക്ക് നമ്മുടെ പ്ലാനിങ് തുടങ്ങാം. ആളാരാ എന്താണെന്നൊന്നും അറിയിക്കാതെ പഴയ സഹപ്രവർത്തകർ ചിലർക്ക് എഴുതിയിട്ടുണ്ട്. കുറച്ചു പേരെ വിളിക്കേണ്ടി വരും. വളരെ കുറച്ചു പേര്, ക്ലോസ് ഫ്രണ്ട്സ്. എന്താ വല്ലാതിരിക്കുന്നത്? സുഖമില്ലേ? ഒന്നുമില്ല. എന്താണെങ്കിലും പറയൂ. പറയൂ, എന്തായാലും തുറന്നു പറഞ്ഞോളൂ. എനിക്ക് പറയൂ. നിലകിട്ടാതെ നീങ്ങിയിരുന്ന എനിക്ക് ഒരു പിടിവള്ളി എറിഞ്ഞു തന്നത് മാസ്റ്ററാണ്. എന്നും എനിക്ക് സഹായമായിട്ടുണ്ടാവണം, ഉണ്ടാവുമെന്നറിയാം. പക്ഷേ അതിലേറെ ഒന്നും വേണ്ട, ഒന്നും പാടില്ല. എന്നും ഞാൻ കടപ്പെട്ടവളാണ്. വേറൊന്നും പ്രതീക്ഷിക്കരുത്. സുനന്ദ പറയുന്നത് ഹരിക്കിഷ്ടമല്ല. ചിലത് മോഹിച്ചതും എന്തൊക്കെയോ സങ്കല്പിച്ചതും എന്റെ തെറ്റ്. ലീവ് നീട്ടുന്നില്ല. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. സ്കൂൾ ഉണ്ടാക്കുന്ന തിരക്കൊക്കെ കഴിഞ്ഞോ? എന്റെ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞു ഒരുവിധം. ഹലോ, ഞാൻ നഴ്സറി കയറി നോക്കി. ഗുഡ്. സുനന്ദ അവരത് ഭംഗിയായി നടത്തുന്നുണ്ട്. വെരി എഫിഷ്യന്റ് ലേഡി. ഞാൻ അന്വേഷിച്ചിരുന്നു. സുനന്ദ പറഞ്ഞില്ലേ? നടക്കാനല്ലേ ഞാനും വരാൻ കുറച്ചു ദൂരം. ഗോസിപ്പാണല്ലോ ഗ്രാമത്തിലെ ആൾക്കാരുടെ പ്രധാന വിനോദം. വിവരം അറിയുന്നുണ്ട് ഞാനും. കൺഗ്രാറ്റുലേഷൻസ്. അനുകമ്പ, ഹൃദയവിശാലത, ഇതൊക്കെ സാധാരണയായി വാക്കുകളിലേ ഉള്ളൂ നമ്മുടെ ആൾക്കാർക്ക്. വിടോ കുട്ടിയുള്ള സ്ത്രീ എന്നൊക്കെ പറഞ്ഞാൽ ലൈഫ് തീർന്നു എന്നാണല്ലോ പൊതുവെയുള്ള ആറ്റിറ്റ്യൂഡ്. തീരുമാനിച്ചത് നന്നായി. ഞാൻ അറിഞ്ഞു. ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. ഞാൻ ഈ വഴിക്ക് ഒരു സിംഗപ്പൂർ കാശുകാരൻ ബാങ്കിൽ ഒരു കെട്ടിടം ഉണ്ടാക്കാൻ പ്രപ്പോസൽ. സ്ഥലമൊന്ന് കാണണം. വരുന്നോ? ഇല്ല. ഒഴിഞ്ഞ സ്ഥലത്ത് നടക്കാനൊരു രസം. ടൗണിലേക്ക് മാറ്റം എന്നൊറ്റ കടുംപിടുത്താണ് വീട്ടിൽ. അതങ്ങനെ ഒരു പ്രോബ്ലം. ടൈമായ പറയണം. ശ്രമത്തിന് ആള് പോരെങ്കിൽ ഞാനും ഉണ്ട്. റെഡി? ഹരി, ഹരിമോനെ, വലിയ കുട്ടിയായി പോയല്ലോ. പീടിയിലൊക്കെ തനിച്ചു പോകാൻ തുടങ്ങിയോ? എന്താ ഇത്? വാ, എന്റെ വീട്ടിൽ കയറിയിട്ട് പോവാ. ഒരു സാധനം തരാം. നിക്ക്. എന്താ, മാഷോട് ദേഷ്യാണോ? വിടൂ, വിടൂ, വിടൂ. എന്താ അച്ഛനും മോനും തമ്മിൽ ലഹള? ഞാൻ കാളക്കണ്ടത്തിൽ കുഞ്ഞിരാമൻ. എന്റെ ചെറിയ കുട്ടി മാസ്റ്റർ സ്കൂളിൽ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. ചെറിയ കുട്ടികളുടെ മനസ്സ് വേദനിപ്പിക്കരുത്. എന്നെ തല്ലണോ? തല്ലിക്കോ, ഞാൻ കൊള്ളും. വലിയ ഒരാളോട് തെറ്റിയാൽ തല്ലാൻ കൊല്ലാം. കുട്ടികളോട് ഫലിതം. തല്ലണോ? തല്ലിക്കോടോ.
ഹരി, കള്ളുറക്കാണ്, കണ്ടാൽ അറിഞ്ഞൂടെ? എനിക്ക് ചോറുണ്. ഏത് നേരത്ത് നീ എന്താ ഇങ്ങനെ? ഇപ്പോഴെന്തിനു ദേഷ്യം? ഹരി, നല്ല കുട്ടിയായിട്ടിരിക്കണ്ടേ? എനിക്ക് നോക്ക്, ആളുകൾ എന്ത് വേണമെങ്കിലും പറയട്ടെ, ഇവിടെ ആരും വരില്ല, ആരും വരില്ല. അമ്മയ്ക്ക് ഹരിമോനില്ലേ? വേറെ ആരും വരില്ല. അമ്മയല്ലേ പറയുന്നത്? നോണ, സത്യം. അമ്മയ്ക്ക് വേറെ ആരെയും വേണ്ട, സത്യം. എടുത്തു വെച്ചിട്ടുണ്ട്, പോയി കഴിച്ചു. എവിടെ നിന്റെ ഒരു സോക്സ്? നേരില്ലാത്ത നേരത്ത് ഞാനത് തരണം. ഹരി പോയിക്കോട്ടെ, നിനക്ക് ടീച്ചറോടൊപ്പം കുറച്ച് നേരത്തെ ഇവനെ ഡ്രസ് ചെയ്ത് തീർത്തേൽ എന്താ? കുട്ടിക്ക് ആഹാരം കൊടുക്കണ്ടേ? അടുക്കളയിൽ ആരാ ഉള്ളത്? ഓ, പുതിയ പണിക്കാരിയും പോയോ? അതൊക്കെ ഓടണ്ട. ഈ പണിക്കാരിക്ക് എന്തായിരുന്നു കുഴപ്പം? ആരും വേണ്ട, ഞാൻ പണിയെടുത്തോളാം. വളരെ നല്ലത്. ഇക്കാലത്ത് എല്ലാ വീടുകളിലും അതാണ് ഗതി. പക്ഷെ തലയിലെഴുത്തിനെ പ്രാഗൽ, ആത്മകഥങ്ങൾ, തലവേദനയുടെ ചില നീണ്ട സെഷൻസ്, അത് പാടില്ല. ഈ വീടിനകത്ത് വന്ന് കേറി എനിക്ക് ടെൻഷനാണ്. ഞാൻ അങ്ങനെയാണ്, സമ്മതിച്ചു. ഭാര്യമാരൊരു ശല്യാണെന്ന് വിചാരിക്കുന്നവരെ കല്യാണം കഴിക്കും മുമ്പേ ആലോചിക്കേണ്ടിയിരുന്നു. ആലോചിക്കായിരുന്നില്ല, പക്ഷെ ആ മനുഷ്യന്റെ ദൈന്യം കണ്ടപ്പോ സഹതാപം തോന്നി. നീ തൂക്കാൻ അധികാരമുണ്ടെന്ന് പറയുന്ന ആൾ നിന്റെ അച്ഛന്റെ കണ്ണ് പറഞ്ഞിരുന്നു. എന്റെ അച്ഛൻ കരയേ? കാല് പിടിച്ചെന്ന് പറഞ്ഞില്ലല്ലോ, ഭാഗ്യം. കാല് പിടിക്കാൻ പറഞ്ഞാൽ അതും ചെയ്യുമായിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് ഏതോ ക്രിസ്ത്യൻ മുതലാളി ചെറുക്കന്റെ കൂടെ ഓടിപ്പോൻ നിന്ന മകളുടെ കല്യാണം പെട്ടെന്ന് നടന്നു കിട്ടാൻ തന്തമാര് കാല് പിടിച്ചേക്കും. ഡിസ്ട്രിക്ട് ജഡ്ജല്ല, അതിലും വലിയ ആളായാലും. ഒരു വ്യവസ്ഥയെ ഞാൻ പറഞ്ഞുള്ളൂ, കാശല്ല. നീ എന്നെ കണ്ട് ഓക്കെ പറയണം. കോളേജിൽ ഒരു കാമുവിനൊക്കെ ഉണ്ടാകുന്ന യൂഷ്വൽ. 18 വയസ്സിനപ്പുറം കടന്നാൽ മനസ്സിലെങ്കിലും വ്യഭിചരിക്കാത്ത ഒരാണും പെണ്ണുമില്ല ഭൂമിയിൽ എന്നതാണ് എന്റെ തിയറി. Forget it. നിനക്ക് സമയമായില്ലേ? ബീറി കാട്ടാൻ നിൽക്കാതെ വേഗം പോ. ചെറിയ കുട്ടികളല്ലേ, പറഞ്ഞു മനസ്സിലാക്കിയാൽ മതി. അവനിന്ന് കയറിയിരുന്നത് കൊണ്ട് കേടുവരുമൊന്നുമില്ലല്ലോ യന്ത്രം. മാഷേ, ഒരു ചായ കുടിച്ചിട്ട് പോ. വേണ്ട, താങ്ക്സ്. മുരളി മാഷ് ആകെ ഡള്ളായിരിക്കുന്നല്ലോ. ഇപ്പൊ നേഴ്സറി പോക്കില്ലേ? എന്തോ പെശവുണ്ട്. സ്കൂൾ കയ്യിലായി കഴിഞ്ഞപ്പോ ചരക്ക് മുരളിമാഷ തഴഞ്ഞോ? ആ ടീച്ചറെ ഇപ്പൊ നിങ്ങൾ ആരെയും കണ്ടോ? പിന്നെയും ചെറുപ്പായിട്ട് വരികയല്ലേ. നല്ല പാർട്ടി വല്ലതും തടഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. രാമു, സുനന്ദ ടീച്ചറെ വിടറില്ലേ നീ? ആ അരിയുടെ വീടല്ലേ, അറിയും. ഈ കത്ത് ടീച്ചറെ കൊണ്ടു കൊടുത്തേക്ക്. രാമു, അല്ലേ വേണ്ട, ഞാൻ പിന്നെ കൊടുത്തോളാം.
കൽപ്പണിക്കാരനോട് പറഞ്ഞിട്ടുണ്ട്, നാളെ വരും. ഒരു ചാക്ക് സിമന്റ് എവിടുന്നാ കിട്ടുക ഹൈദ്രസേ? മാഷോട് പറയും. മാഷേ, നഴ്സറി സ്കൂളിൽ ഒരു ആക്സിഡന്റ്, ഒരു കുട്ടി മരിച്ചു. അവിടുന്ന് കൊടുക്കണു, അവിടുന്ന് തന്നെ തിരിച്ചെടുക്കണു. അല്ലാണ്ട് എന്താ ഇതിനൊക്കെ പറയാ?